നമ്മളിന്ന് ഉണക്ക ചെമ്മീനാണ് കറി വെക്കാൻ പോകുന്നത്. ഉണക്ക ചെമ്മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണക്ക ചെമ്മീൻ വെക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് തേങ്ങ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പം ഏകദേശം ഇതൊന്ന് വാടിയിട്ടുണ്ട്. തേങ്ങ ഒന്ന് വാടി അതിൻ്റെ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പോൾ അതാ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കളർ നന്നായിട്ട് മാറണം. നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇളക്ക് മാറിക്കഴിഞ്ഞാൽ, അതായത് കുറച്ച് നേരം നിർത്തി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കളർ മാറി മാറി വരുന്നുണ്ട്. തേങ്ങ പൊടി പൊടിയായിട്ട് ചുരണ്ടി എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുക. ഇല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം നമുക്ക് കിട്ടും. ചിലതൊക്കെ എന്ത് ചെയ്യുക, അല്ലാതെ തന്നെ കിടക്കും. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് തേങ്ങയിൽ തന്നെ എണ്ണ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ എണ്ണ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇത് പാത്രം നമ്മൾ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പാത്രത്തിൽ നല്ല ചൂടുണ്ടാവും. ചൂടുള്ളത് കൊണ്ട് ഇളക്കൽ നിർത്തിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെക്കുക. നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കിക്കൊണ്ട് നിൽക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. തണുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കണം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ തണുക്കണം. ഇത് നന്നായിട്ട് തണുത്താൽ മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. ഇനി അതേ ചട്ടിയിൽ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വറുത്തതിന് ശേഷം നമ്മളിതൊന്ന് കഴുകിയെടുക്കണം. കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ആദ്യം ഒന്ന് വറുത്തതിന് ശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിനി ഇതിനെ എന്ത് ചെയ്യുന്നത്, മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടാവണേ. ചൂടാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇനി നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ പൊളിച്ച് ചെറുതായിട്ട് കീറിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിരുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് ഇളക്കി ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 2 കൂടി 3 കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വേവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ 2 പച്ചമുളക് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാനാണ് പോകുന്നത്. ഇത് നന്നായിട്ട് അതിൽ കിടന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചെമ്മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വേവും. 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ എന്ത് ചെയ്തു, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് കഴുകി വെച്ചിരുന്ന ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെമ്മീനും കൂടി ഇതിലേക്ക് ഇളക്കിയിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒരു തുള്ളി പോലും ചേർക്കുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുമിച്ച് വേവുന്ന രീതിയിലാക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നേരത്തെ പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറച്ച് അത് അരപ്പിലാണ് ചേർത്ത് ഇത് ഒരുമിച്ച് വേവുന്നതിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർക്കും കേട്ടോ. നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടാണ് വെക്കുന്നത്.
ഇതിലിനി നമ്മൾ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തക്കാളി ഇതാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ തക്കാളിയും കൂടി അതിനകത്ത് കിടന്നതിന് ശേഷം ഇത് നന്നായിട്ട് തക്കാളിയുടെ ആ വെള്ളവും കൂടി ഇറങ്ങുമ്പോൾ മസാല നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാത്രം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെക്കും. അടച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുന്നു. 2 മിനിറ്റ് വേവിക്കുമ്പോൾ മസാല നന്നായിട്ട് എന്ത് ചെയ്യും, ഇതിലേക്കൊക്കെ പിടിച്ച് നന്ന വെന്തിരിക്കും. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തണുക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങ അരയ്ക്കുക. ആ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. തേങ്ങ അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോഴേ നമുക്കത് നല്ല കളറിലും നല്ല ടേസ്റ്റിലും കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇപ്പം നന്നായിട്ട് മസാലയിൽ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അരപ്പിൻ്റെ കളർ കണ്ടോ, നല്ല കളറിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കൊഴുത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടി വെള്ളം ഉപയോഗിക്കുക. നമുക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമാണെന്ന് ഉണ്ടോ അത്രയും വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തീർന്നു. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അടച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല തീയൽ പരുവത്തിൽ ഇത് കിട്ടും. നല്ല രീതിയിലുള്ളൊരു തീയലെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ളൊരു വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ ഉണക്കമീൻ കറി ഇതാ ഇവിടെ റെഡിയായി കിട്ടും. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണേ. ഇതാണ് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു പരുവം. ഇതിലേക്ക് നമ്മൾ ഒരു മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മുരിങ്ങക്കോൽ ഇതേപോലെ തൊലി കളഞ്ഞ് ഇതുപോലെ കീറിയെടുത്തതിന് ശേഷം അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മൾ ഉണക്ക ചെമ്മീൻ കറി, വറുത്തരച്ച കറി ഇവിടെ റെഡിയായിരിക്കുന്നു.